എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ബൈക്കിൻ്റെ സേഫ്റ്റി ഒരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ ഒരു വില കൂടിയ ബൈക്ക് തന്നെ ആവണമെന്നില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ ആണെങ്കിലും നമുക്കത് വളരെ വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടാൽ നെഞ്ച് പിളർക്കുന്നതാണ്. എങ്ങനെയൊക്കെയാണ് കീ ഇല്ലാതെ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതെന്നും അത് തടയാനുള്ള ഒരു എളുപ്പവും ചിലവില്ലാത്തതുമായ ഒരു ട്രിക്കും ഞാൻ മുമ്പ് ചെയ്ത ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അത് ചെയ്യാൻ ഇഗ്നീഷൻ വയർ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ വാറണ്ടി പീരീഡിലുള്ള വണ്ടിയുടെ ഇലക്ട്രിക്കൽ വയറിംഗ് കട്ട് ചെയ്താൽ വാറണ്ടിയും കട്ടാവും. അപ്പോൾ പുതിയ വണ്ടികളിൽ വാറണ്ടി പോകാതെ വയറൊന്നും കട്ട് ചെയ്യാതെയുള്ള കുറച്ചുകൂടി പ്രൊഫഷണലായ ഒരു മാർഗം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ചാൾ മുമ്പ് തന്നെ ഇവിടെ ഉള്ള സംഗതിയാണ്. നിങ്ങളിൽ പലർക്കും ഇത് അറിയാമായിരിക്കും, ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരു ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റാണ് അജാസ് GPS ട്രാക്കർ. വെറും ഒരു GPS ട്രാക്കർ മാത്രമല്ല, വണ്ടിയിൽ ആരെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ, എൻജിൻ സ്റ്റാർട്ട് ചെയ്താൽ, ഓഫ് ചെയ്താൽ, എൻജിൻ ഓൺ ചെയ്യാതെ തള്ളിക്കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയാൽ, വണ്ടി മറിഞ്ഞു വീണാൽ, ആക്സിഡന്റ് ആയാൽ, അങ്ങനെ വണ്ടിക്ക് എന്തൊക്കെ സംഭവിക്കുന്നോ അതെല്ലാം അപ്പപ്പോ നമ്മളെ നമ്മുടെ മൊബൈൽ ഫോണിൽ അറിയിക്കുന്ന ഒരു കിടിലം സിസ്റ്റം. തീർന്നില്ല, വണ്ടിയുടെ ലൈവ് ലൊക്കേഷൻ, നമ്മുടെ ഓരോ ദിവസത്തെയും യാത്രയുടെ റൂട്ട് മാപ്പിൽ ഒരു 3D വീഡിയോ രൂപത്തിൽ കാണാം, സേവ് ചെയ്യാം, ഷെയർ ചെയ്യാം. ടോപ്പ് സ്പീഡും ആവറേജ് സ്പീഡും ഫ്യൂൽ കൺസംഷനും ലീൻ ആംഗിളും ഉൾപ്പെടെ ഉള്ള റൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ നമ്മുടെ ബൈക്കിനെ ഒരു സ്മാർട്ട് ബൈക്ക് ആക്കാനുള്ള എല്ലാം ഒരു ചെറിയ ഡിവൈസിനുള്ളിൽ. ഒരു 8 ദിവസത്തെ ലോങ് ട്രിപ്പിൽ 2500 കിലോമീറ്റർ കൂടുതൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ചിലവും ഇൻസ്റ്റലേഷനും കാലിബ്രേഷനും ഒക്കെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അജാസിന്റെ ഫീച്ചേഴ്സ് ആദ്യം നോക്കാം. മോഷണം തടയുക എന്നതാണ് നമ്മുടെ പ്രൈം ആവശ്യം. പക്ഷേ അതിനുള്ള ആക്റ്റീവായ ഫീച്ചേഴ്സ് ഒന്നും അജാസിലില്ല. അതായത് നമ്മൾ പ്രതീക്ഷിക്കും പോലെ റിമോട്ടായി ഇഗ്നിഷൻ കട്ട് ഓഫ് ചെയ്യാനുള്ള സൗകര്യമോ ഒരു ആൻറ്റി തെഫ്റ്റ് അലാറമോ അങ്ങനൊന്നുമില്ല. പകരം പാസീവായ എന്നാൽ വളരെ ഇഫക്റ്റീവായ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് ഇങ്ങനൊരു സംഗതി വണ്ടിയിലുണ്ട് എന്ന് കള്ളൻ ഡിസൂസ അറിയില്ല. പക്ഷെ നമ്മുടെ വണ്ടി എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ലൈവായി നമുക്കറിയാനും പറ്റും. നേരത്തെ സൂചിപ്പിച്ച പോലെ വണ്ടിയിൽ എന്തെങ്കിലും തട്ടുമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അജാസ് യൂണിറ്റ് ആപ്പ് വഴിയും ക്രോം വഴിയും നോട്ടിഫിക്കേഷനായി നമ്മളെ അറിയിക്കും. വൈബ്രേഷൻ സെൻസ്ഡ്, മൾട്ടിപ്പിൾ വൈബ്രേഷൻസ് സെൻസ്ഡ് എന്നൊക്കെയുള്ള നോട്ടിഫിക്കേഷൻസ്. കള്ളത്താക്കോലിട്ടായാലും വയറ് കട്ട് ചെയ്തിട്ടായാലും എങ്ങനെയെങ്കിലും ഇഗ്നിഷൻ ഓൺ ചെയ്ത് എൻജിൻ സ്റ്റാർട്ട് ആവുമ്പോൾ ഇഗ്നിഷൻ ഓൺ എന്ന നോട്ടിഫിക്കേഷൻ വരും. ഇഗ്നിഷൻ ഓഫ് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻ വരും. എൻജിൻ ഓൺ ആവാതെ വണ്ടി മൂവ് ചെയ്യുന്നു എന്ന് സെൻസ് ചെയ്താൽ അതിനും വരും നോട്ടിഫിക്കേഷൻ. വല്ല പിക്കപ്പിലും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞു വീണാൽ, അതായത് ആക്സിഡന്റ് ആയാൽ, അത് നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിനൊപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള 3 നമ്പറുകളിലേക്കും കോൾ ചെല്ലും. ആക്സിഡന്റ് മെസ്സേജ് ലൊക്കേഷനൊപ്പം കൊടുക്കുകയും ചെയ്യും. ഇഗ്നിഷൻ ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് പാർക്കിങ്ങിൽ മറിഞ്ഞു വീണാൽ നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സ്പീഡിന് മുകളിൽ വണ്ടി പോകുമ്പോൾ സ്പീഡ് അലർട്ടും വരും. ഇതോടൊപ്പം ആപ്പിൽ നമുക്ക് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ട് മാപ്പിൽ ലൈവായിട്ട് കാണാം. മറ്റുള്ളവർക്ക് നമുക്ക് ഈ ലിങ്ക് വാട്സാപ്പ് വഴിയോ മറ്റോ അയച്ചു കൊടുത്താൽ അവർക്കും ബൈക്കിൻ്റെ ലൈവ് ലൊക്കേഷൻ കാണാൻ കഴിയും. അപ്പോൾ മോഷണത്തിന് വേണ്ടി വണ്ടിയുടെ ലോക്ക് പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇഗ്നിഷൻ വയർ കട്ട് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ വൈബ്രേഷൻ സെൻസ് ചെയ്യുന്നു എന്ന നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് നമ്മൾ അധികം അകലെ അല്ലെങ്കിൽ മോഷണം തടയാൻ പറ്റും. ഇനി അത് കഴിഞ്ഞില്ലെങ്കിലും വണ്ടി കൊണ്ടുപോയാൽ ലൈവ് ലൊക്കേഷൻ കൃത്യമായി നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ലൈവ് നോട്ടിഫിക്കേഷൻസ്. അതിൽ കൂടുതലും തെഫ്റ്റ് ഒഴിവാക്കാനുള്ള ഫീച്ചേഴ്സാണ്. ഇതിനൊപ്പം നമുക്ക് നമ്മുടെ റൈഡിനെ പറ്റിയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് മൊത്തം ഇതിലറിയാം. നമ്മുടെ ഓരോ ദിവസത്തെയും റൈഡ് റൂട്ട് ഇതിലിങ്ങനെ പ്ലേ ചെയ്ത് കാണാവുന്ന ഒരു വീഡിയോ ആയി കിടപ്പുണ്ടാവും. നമ്മൾ പോയ റൂട്ട്, ഏത് സമയത്ത് നമ്മൾ എവിടെ കൂടി പാസ് ചെയ്യുകയായിരുന്നു, ആ സമയത്ത് നമ്മുടെ സ്പീഡ്, ആ ദിവസത്തെ റൈഡ് തുടങ്ങിയത് മുതൽ ആ സമയം വരെ എത്ര കിലോമീറ്റർ കവർ ചെയ്തു, അപ്പോൾ വരെയുള്ള ആവറേജ് സ്പീഡ്, ആ ദിവസത്തെ ടോട്ടൽ റണ്ണിങ് ടൈം, ടോട്ടൽ കിലോമീറ്റർ, എൻജിൻ ഓണായിരുന്ന സമയം, എത്ര രൂപയുടെ ഫ്യൂല് കത്തിച്ചു, ഞാനത് എനേബിൾ ചെയ്തിട്ടില്ല, ആവറേജ് സ്പീഡ്, ടോപ്പ് സ്പീഡ്, പിന്നെ ആ ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചർ ആയിരുന്നു എന്ന് തോന്നുന്നു, പിന്നെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ടോട്ടൽ വണ്ടി ഓടിയത്. അങ്ങനെ നമുക്ക് ആ ഒരു ദിവസത്തെ റൈഡിനെ പറ്റി വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പേജിൽ കിട്ടും. പിന്നെ ഈ 15 എന്ന് കാണിച്ചിരിക്കുന്നത് 15 തവണ എൻജിൻ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അന്നത്തെ മൊത്തം ഓട്ടത്തെ 15 റൈഡുകളായി കട്ട് ചെയ്തും സേവ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് സെലക്ട് ചെയ്താൽ ആ റൈഡുകൾ നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും.
ഈ 1 മണിക്കൂർ കൊണ്ട് 94 കിലോമീറ്റർ കവർ ചെയ്തത് എവിടെ കൂടിയായിരുന്നു എന്ന് നോക്കാം. NH44-ലാണ്. ഡിണ്ടിഗലിനടുത്ത് ഒരു ശ്രീവി കോളേജിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയിൽ നിന്ന് വെള്ളം വാങ്ങാനും റെസ്റ്റ് എടുക്കാനുമായി നിർത്തിയതാണെന്ന് ഞാൻ ഓർക്കുന്നു. അവിടെ നിന്ന് കൃത്യം 1 മണിക്കൂർ കൊണ്ട് 94 കിലോമീറ്റർ ഓടിയിട്ട് വീണ്ടും ബ്രേക്ക് എടുക്കാൻ നിർത്തി. ഇങ്ങനെ ഓരോ പീസസും പ്രത്യേകം റൈഡായിട്ടും കാണാം. അതിൻ്റെ ആവറേജ് സ്പീഡ്, ടൈം, ടോപ്പ് സ്പീഡ് ഉൾപ്പെടെയുള്ള സ്റ്റാറ്റ്സും. ലൈവ് ലൊക്കേഷനിൽ നമ്മുടെയും വണ്ടിയുടെയും ലൊക്കേഷൻ ഒരേ സമയം കാണാം എന്നുള്ളതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഇടം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. പിന്നെ സ്റ്റാറ്റ്സ് മാത്രമായുള്ള പേജിൽ നമ്മളിപ്പോൾ കണ്ട ഡിസ്റ്റൻസും സ്പീഡും ടൈമും ലീൻ ആംഗിളും ഒക്കെ പ്രത്യേകം കാണാം. അത് ടുഡേ, ഈ മാസം, ഈ വർഷം അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഡേറ്റ് സെലക്ട് ചെയ്തും കാണാം. നോട്ടിഫിക്കേഷൻസ് എടുത്താൽ ആദ്യം മുതൽ വന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും അവിടെ കാണാം. ഓരോ കാര്യത്തിനും നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് അത് ഒത്തിരി ഉണ്ട്. ഏത് കാര്യമാണെന്ന് വെച്ചാൽ അത് വെച്ച് ഫിൽട്ടർ ചെയ്തും കാണാം. അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായ സ്ഥിതിക്ക് അജാസ് യൂണിറ്റിന്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇതിനാകെ 2 വയർ മാത്രമേ ഉള്ളൂ. റെഡ് പോസിറ്റീവിലും ബ്ലാക്ക് നെഗറ്റീവിലും കൊടുക്കുക. അത്രയേ ഉള്ളൂ കണക്ഷൻ. ബാറ്ററി തന്നെ ഡയറക്റ്റ് കൊടുക്കാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ യൂണിറ്റ് എവിടെയെങ്കിലും മൂവ് ചെയ്യാത്ത തരത്തിൽ ഉറപ്പിച്ച് വയ്ക്കണം. അത്രയും ആയാൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇത് ഉറപ്പിച്ച് വയ്ക്കാൻ കേബിൾ ടൈകൾ തന്നിട്ടുണ്ട്. 2 മെറ്റൽ ടൈകളും 3 പ്ലാസ്റ്റിക്കും. ഇത് ചാസിയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ പെയിന്റ് സ്ക്രാച്ച് ആവാതിരിക്കാനും സ്ലിപ്പ് ചെയ്യാതിരിക്കാനും ചാസി പൈപ്പിൽ ഒട്ടിക്കാനുള്ള കുഷനിങ് ടേപ്പ് ഉണ്ട്. ഇത്രയാണ് പാക്കേജിനുള്ളിലുള്ളത്. ആദ്യം ചെയ്യേണ്ടത് ഇതിനെ സീറ്റിനടിയിൽ എവിടെയെങ്കിലും സേഫായിട്ട് ഉറപ്പിച്ച് വയ്ക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്നതാണ്. സീറ്റ് വെച്ച് അടയ്ക്കുമ്പോൾ ഡിസ്റ്റർബ് ആവാത്ത ഒരു ഇടമായിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പല വഴി നോക്കിയിട്ട് ഒടുവിൽ ഇവിടെയാണ് സ്ഥലം കണ്ടെത്തിയത്. അവിടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വയ്ക്കാൻ തീരുമാനിച്ചു. ബാറ്ററിയിലേക്ക് കണക്ഷൻ രണ്ടും കൊടുക്കുകയും ചെയ്തു. വയറൊന്നും കട്ട് ചെയ്യേണ്ട എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ബാറ്ററിയിൽ ഡയറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാറ്ററി ഡ്രെയിൻ ആക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇഗ്നിഷൻ ഓഫ് ചെയ്ത് കുറച്ചു നേരം അനക്കമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഡിവൈസ് സ്ലീപ്പ് മോഡിലേക്ക് പൊയ്ക്കോളൂ. പിന്നെ ഒരു വൈബ്രേഷൻ സെൻസ് ചെയ്താൽ മാത്രമേ ഉണരൂ. ഈ 2-3 ആഴ്ച കൊണ്ട് എനിക്കും ഇതെങ്ങനെ ബാറ്ററി യൂസ് ചെയ്യുന്നതായി തോന്നിയില്ല. ഇനിയുള്ള ഘട്ടം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഡിവൈസിൻ്റെ രജിസ്ട്രേഷനും കാലിബ്രേഷനുമാണ്. അത് കുറച്ച് സമയം വേണ്ട സംഗതിയാണ്. ആദ്യം അജാസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഐഫോണിൽ ഇത് വർക്ക് ചെയ്യും. എന്നിട്ട് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് സൈനപ്പിലേക്ക് വരാം. പേര് എൻ്റർ ചെയ്യണം. പാസ്വേഡും യൂസർ നെയിമും ക്രിയേറ്റ് ചെയ്ത് ഇമെയിൽ ID കൊടുത്ത് ജോയിൻ ചെയ്യാം. ഇമെയിൽ വെരിഫൈ ചെയ്യണം. അതിനുള്ള ലിങ്ക് അയക്കാൻ ക്ലിക്ക് ചെയ്യണം. ഇമെയിൽ ഓപ്പൺ ചെയ്ത് അതിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇനി തിരിച്ച് വീണ്ടും അജാസ് ആപ്പിലേക്ക് വന്ന് ആഡ് യുവർ ഫസ്റ്റ് വെഹിക്കിൾ ക്ലിക്ക് ചെയ്ത് വെഹിക്കിൾ മേക്കും മോഡലും സെലക്ട് ചെയ്ത് വണ്ടി നമ്പറും എൻ്റർ ചെയ്ത് സേവ് കൊടുക്കണം. അപ്പോൾ വണ്ടിയായി. ഇനി ടേക്ക് മീ ഇനിൽ ക്ലിക്ക് ചെയ്ത് ഡിവൈസ് രജിസ്ട്രേഷനിലേക്ക് കടക്കാം. ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പോൾ റൈഡ് റെക്കോർഡ് ചെയ്യാൻ ലൊക്കേഷൻ പെർമിഷൻ സെറ്റിംഗ്സിൽ പോയിട്ട് അലോ ഓൾ ദ ടൈം എന്ന് കൊടുക്കണം. എന്നിട്ട് തിരികെ ആപ്പിലേക്ക് വരാം. മെനു ക്ലിക്ക് ചെയ്ത് വണ്ടിയുടെ പേരിൽ അല്ലെങ്കിൽ സെക്യൂർ ബൈക്ക് എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ അജാസ് പ്ലസ് എന്നത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഡിവൈസ് IMEI നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ആകും. പാക്കേജിലുള്ള IMEI ബാർ കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ തനിയെ എൻ്റർ ആകും. പിന്നെ ഡിവൈസ് UID നമ്മൾ തന്നെ എൻ്റർ ചെയ്യണം. അതും പാക്കിലുണ്ട്. അത് കുറച്ച് ലെങ്തിയാണ്, തെറ്റാതെ ടൈപ്പ് ചെയ്യണം. പിന്നെ കൺട്രിയും സെലക്ട് ചെയ്ത് ആഡ് ഡിവൈസ് കൊടുക്കാം. അപ്പോൾ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എൻ്റർ ചെയ്യാൻ ചോദിക്കും. അത് കൊടുത്ത ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേക്കും ഈ സ്ക്രീൻ വരും. ഡിവൈസ് ലൊക്കേഷൻ അയക്കാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബൈക്ക് ഷെഡിനകത്തായത് കൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് സമയം എടുത്തു അത് വരാൻ. ആ സമയം വീണ്ടും വെഹിക്കിൾ സെറ്റിംഗ്സ് എടുത്ത് വണ്ടി സെലക്ട് ചെയ്ത് ചെല്ലുമ്പോൾ കാലിബ്രേറ്റ് ഡിവൈസ് എന്നും അതിന് താഴെ കണക്ട് ടു അജാസ് വയ ബ്ലൂടൂത്ത് എന്നും കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്യണം. മൊബൈൽ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കണം. പിന്നെ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്തിരിക്കണം. കണക്ട് ആയില്ലെങ്കിൽ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. 2 തവണ ശ്രമിച്ചിട്ടാണ് എനിക്ക് കണക്ട് ആയത്. ഇനി അജാസ് സ്റ്റേറ്റ് ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാറ്റണം. കാലിബ്രേറ്റ് ചെയ്യും മുമ്പ് ബൈക്ക് സെൻറ്റർ സ്റ്റാൻഡിലായിരിക്കണം. സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ വണ്ടി കഴിയുന്നത്ര സ്ട്രെയിറ്റ് ആയിട്ട് ചുവരിൽ ചാരി നിർത്താം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷം കാലിബ്രേറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഡിവൈസിൻ്റെ ആംഗിൾ ഡിറ്റക്റ്റ് ചെയ്യും. അജാസ് യൂണിറ്റ് നമ്മൾ ബൈക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് 1.11 ഡിഗ്രി ഏതോ ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് എന്നാണ് ഇത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതാണ് വണ്ടിയുടെ അപ്രൈറ്റ് പൊസിഷൻ എന്ന് യൂണിറ്റ് ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇത് വച്ചിട്ടാണ് ഇനി വണ്ടിയുടെ ലീൻ ആംഗിൾ സെൻസ് ചെയ്യുക. വണ്ടി വീഴുമ്പോഴും ഒക്കെ അങ്ങനെയാണ് തിരിച്ചറിയുക.
ഇനി ഇഗ്നിഷൻ ഓണും ഓഫും ഡിവൈസിനെ ലേൺ ചെയ്യിക്കണം. അതിനാണ് എൻജിൻ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. എൻജിൻ സ്റ്റാർട്ട് ആവുന്നതിനെയാണ് ഇവിടെ ഇഗ്നിഷൻ ഓൺ എന്ന് പറയുന്നത്. എൻജിൻ കാലിബ്രേഷൻ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക, കണക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് എൻജിൻ ഈസ് ഓൺ നൗ ക്ലിക്ക് ചെയ്യണം. എൻജിൻ വോൾട്ടേജ് ചേഞ്ച് ചെയ്തില്ല, എൻജിൻ ഓഫ് ചെയ്ത് 5 സെക്കൻഡ് കഴിഞ്ഞ ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇതിങ്ങനെ 3-4 തവണ ഓഫും ഓണും ചെയ്താണ് അത് കംപ്ലീറ്റ് ആയത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻജിൻ ഓഫ് ചെയ്യാനാണ് പറയുന്നത്. അതിനുശേഷം എൻജിൻ ഈസ് ഓഫ് നൗ ക്ലിക്ക് ചെയ്യാം. 1 മിനിറ്റ് കൂടുമ്പോൾ ഡിവൈസ് സ്ലീപ്പായി പോകാതിരിക്കാൻ വണ്ടി ഒന്ന് ഷേക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇഗ്നിഷൻ ഓഫ് ചെയ്ത് 1 മിനിറ്റ് അനക്കമില്ലെങ്കിൽ ഡിവൈസ് സ്ലീപ്പാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻജിൻ കാലിബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൺ കൊടുത്ത് വിൻഡോ മാറ്റാം. വീണ്ടും സെറ്റിംഗ്സ് എടുത്ത് നോട്ടിഫിക്കേഷൻ പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യണം. അതിൽ ഇഗ്നിഷൻ ഓൺ ഓഫിൽ കോൾ നോട്ടിഫിക്കേഷൻ ഒഴികെ ബാക്കിയെല്ലാം ആക്ടിവേറ്റഡ് ആണ്. ഡിവൈസ് ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ആയാലും കോൾ ഉൾപ്പെടെ വരും. അത് വളരെ പ്രധാനമാണ്. കാരണം ഈ ഡിവൈസ് ഉള്ളത് മനസ്സിലാക്കി മോഷ്ടാവ് വണ്ടിയിൽ നിന്ന് അത് ഇളക്കി കളയുന്നതാവാം. അപ്പോൾ അത് കൃത്യസമയത്ത് നമ്മൾ അറിഞ്ഞാലല്ലേ തെഫ്റ്റ് തടയാൻ പറ്റും. ബാക്കപ്പ് ക്ലിക്ക് ചെയ്ത് ഡാറ്റ ബാക്കപ്പ് ചെയ്യാനുള്ള ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ഇതിലാണ് നമ്മുടെ സെറ്റിംഗ്സും റൈഡ് വീഡിയോസും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ബാക്കപ്പ് ചെയ്യുന്നത്. ക്രോം നോട്ടിഫിക്കേഷൻസും എനേബിൾ ചെയ്യണം. ആപ്പിന്റെ പ്രശ്നം കൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ക്രോം വഴി നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഒരു ബാക്കപ്പ് പ്ലാൻ. അഡീഷണൽ സെറ്റിംഗ്സ് എടുത്ത് റൈഡ്സ് ഓൺലൈനിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഫോൺ കംപ്ലൈൻ്റ് ആയാലും നമ്മുടെ ഡാറ്റ പോയില്ല. ഒരു എമർജൻസി ഫീച്ചറും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു പ്രശ്നത്തിൽ പെടുമ്പോൾ മറ്റുള്ള അജാസ് റൈഡേഴ്സിൽ നിന്നും ഹെൽപ്പ് തേടാം. അതുപോലെ തിരിച്ചും. അത് വേണമെങ്കിൽ ഇത് ഓൺ ചെയ്തിടണം. അപ്പോൾ അജാസ് GPS ട്രാക്കറിന്റെ വില ആമസോണിൽ 1799 രൂപ മുതൽ പല വിലയ്ക്ക് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം ഇതിന് 2 വേരിയന്റ് ഉണ്ട് എന്നതാണ്, ഓപ്റ്റിമൈസറും മാക്സിമൈസറും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവയാണ്. 10 അജാസ് ഡിവൈസുകൾ, അതായത് 10 വണ്ടികൾ വരെ ഒരു അജാസ് ആപ്പിൽ ആഡ് ചെയ്യാം. 4 പേർക്ക് വരെ ഒരേ സമയം ഒരേ അക്കൗണ്ടിൽ 4 മൊബൈലിൽ നിന്ന് ലോഗിൻ ചെയ്യാം. 2 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി എന്നിവയാണ് മാക്സിമൈസറിന്റെ ഫീച്ചേഴ്സ്. ഇതിന്റെ എല്ലാം പകുതിയാണ് ഓപ്റ്റിമൈസറിൽ. പിന്നെ റൈഡ് സ്റ്റാറ്റ്സിൽ ടോപ്പ് സ്പീഡും കൂടി ഉൾപ്പെടും മാക്സിമൈസറിൽ. ഈ ഡിവൈസിനുള്ളിൽ ഒരു സിം കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എയർടെൽ സിം ആണ് എൻ്റെ യൂണിറ്റിനകത്തുള്ളതെന്ന് പുറത്ത് സ്റ്റിക്കർ കൊണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ GPS സെൻസർ കൂടാതെ അതിലെ മൊബൈൽ ഇന്റർനെറ്റ് വഴിയാണ് ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡാറ്റ റീചാർജും നമുക്ക് നോട്ടിഫിക്കേഷൻസും കോളും SMS ഒക്കെ അയക്കുന്നതിനും ആപ്പും വെബ്സൈറ്റും ഒക്കെ റൺ ചെയ്യുന്നതിനും ഒക്കെ കൂടിയുള്ള അജാസിൻ്റെ സർവീസ് ഫീയും കൂടി ചേർത്ത് ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് ആപ്പിനുള്ളിൽ തന്നെ ചെയ്യാം. മാസാമാസമുള്ള റീചാർജിന് 200 രൂപയും 6 മാസത്തേക്ക് 1000 രൂപയും 1 വർഷത്തേക്ക് 2000 രൂപയും. അപ്പോൾ ഓപ്റ്റിമൈസർ ആണോ മാക്സിമൈസർ ആണോ, എത്ര മാസത്തെ സബ്സ്ക്രിപ്ഷനോട് കൂടിയാണ് വരുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് ഈ വില വ്യത്യാസം വരുന്നത്. ഞാൻ വാങ്ങിയത് ഇതാണ്, 6 മാസത്തെ സബ്സ്ക്രിപ്ഷനുള്ള മാക്സിമൈസർ. പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും കൂടിയുള്ള മാക്സിമൈസർ പ്ലസ് എന്ന ഒന്നും കൂടി ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അജാസിൻ്റെ വെബ്സൈറ്റിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കണ്ടില്ല. എൻ്റെ അനുഭവത്തിൽ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് അജാസ്. തെഫ്റ്റ് തടയാനും നമ്മുടെ ബൈക്കിനൊരു സ്മാർട്ട് ബൈക്ക് ആക്കാനും. കാറിലും ഈ സെയിം സംഗതി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിൽ പലർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആശിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.